ഹായ് എവരിവൺ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് GCC വേഴ്സസ് ഓസ്ട്രേലിയ. ഗൾഫ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഡെസ്മ ഇന്റർനാഷണൽ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യുന്ന കൺസൾട്ടൻസി ആണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൾഫ് കൺട്രീസിലെ നഴ്സസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഓസ്ട്രേലിയയിൽ കിട്ടുക, അല്ലെങ്കിൽ GCCയിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ടോ, ഈ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അത് കാണുക, എന്നിട്ട് മാത്രം നിങ്ങൾ ഈ പാർട്ട് 2 വീഡിയോ കാണുക. സോ നമുക്ക് ഡയറക്റ്റ്ലി ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടായിരുന്നു. ഇനി അടുത്തതായി വരുന്നതാണ് സിറ്റിസൺഷിപ്പ്. ഓസ്ട്രേലിയയിൽ ഒരു നഴ്സിന് സെറ്റിൽ ആവണമെങ്കിൽ വർക്ക് വിസയിൽ പോയാലും അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. വർക്ക് വിസ മാറ്റി നിങ്ങൾക്ക് PR സ്റ്റേജിലേക്ക് മാറാനായിട്ട് സാധിക്കും. ആഫ്റ്റർ PR നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിലേക്ക് കടക്കാനായിട്ടും സാധിക്കും. സോ ഓസ്ട്രേലിയ എന്നുള്ളൊരു കൺട്രി ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ, അതായത് നിങ്ങൾ ആ ഒരു കൺട്രിയിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലൈഫ് ടൈം ഫുൾ സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ GCCയിലോ സിറ്റിസൺഷിപ്പ് എന്നുള്ളൊരു ഓപ്ഷനേ ഇല്ല. അവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു സ്റ്റേറ്റസ് വരുന്നത് ചിലപ്പോൾ റെസിഡൻസ് പെർമിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വർക്ക് വിസ ആ രീതിയിലൊക്കെ ആണല്ലോ നിങ്ങളവിടെ വർക്ക് ചെയ്യുന്നത്. പെർമനന്റ്ലി നിങ്ങൾക്ക് GCCയിൽ സെറ്റിൽ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ല. മിക്ക ആളുകളും റിട്ടയർമെന്റിന് ശേഷം അവർ അത്യാവശ്യം എമൗണ്ട് ഒക്കെ സേവ് ചെയ്ത് നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. കാരണം പെർമനന്റ് ആയിട്ട് ഈ പറഞ്ഞ കൺട്രിയിൽ നിൽക്കാനായിട്ട് സാധിക്കുകയില്ല, അല്ലെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസ് ഇല്ല, ബെനിഫിറ്റ്സ് ഇല്ല. സോ ഓസ്ട്രേലിയയിൽ നോക്കുമ്പോൾ ഓസ്ട്രേലിയ പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ആയ APRA കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് PR-ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് റിക്വയർഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ PR-ന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ലേറ്റർ സിറ്റിസൺഷിപ്പിലേക്ക് മാറാനായിട്ടും സാധിക്കും, എലിജിബിൾ ആണെങ്കിൽ. അടുത്ത പോയിന്റ് ആണ് ജോബ് സെക്യൂരിറ്റി. ജോബ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഓസ്ട്രേലിയയാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ GCCയിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സ് ആണെങ്കിൽ നിങ്ങളൊരു ടെമ്പററി വിസയിലായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. വർക്ക് വിസയിലാണെങ്കിൽ അവിടെ ഒരു റൂൾ ചേഞ്ച് വന്നാലോ അല്ലെങ്കിൽ ഒരു മാസ് ടെർമിനേഷനൊക്കെ വരികയാണെങ്കിൽ അവിടുന്ന് എന്താണോ റൂൾ വരുന്നത് അതനുസരിച്ച് നിങ്ങൾ അവിടുന്ന് ക്വിറ്റ് ചെയ്ത് പോകേണ്ടി വരും. ഇതിനു മുമ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിലാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി അവിടെ സെറ്റിൽഡ് ആണെങ്കിൽ, ഈവൻ നിങ്ങൾക്ക് വർക്ക് വിസ ആണെങ്കിൽ കൂടി നിങ്ങൾ പെർമനൻ്റ്ലി അവിടെ വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾ അവിടുത്തെ ഒരു പെർമനൻറ്റ് സ്റ്റാഫ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യാന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല. അങ്ങനത്തെ പോസിബിലിറ്റീസ് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു നഴ്സ് ഓസ്ട്രേലിയയിൽ 482 വിസയിൽ പോയി എന്ന് വിചാരിക്കാം, അതായത് വർക്ക് വിസ, സ്കിൽഡ് ഇൻ ഡിമാൻഡ് വിസയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നു ഒരു കുറച്ച് നാൾ അവർക്കതൊരു പ്രൊബേഷൻ പീരീഡ് പോലെ ആയിരിക്കും. അപ്പോൾ ആ ഒരു പീരീഡിൽ നിങ്ങളുടെ വർക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളെ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് അത്രയും പെർഫോമൻസ് പുവറായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ്. സോ ടെർമിനേഷൻ്റെ ആ ഒരു ലെവല് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ഇനി നിങ്ങൾ 482 കഴിഞ്ഞ് PR ആയിട്ട് നിൽക്കുകയാണെങ്കിലോ നിങ്ങൾ സേഫ് ആണ്. നിങ്ങൾക്കൊരു ജോബ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജോബ് നോക്കാം, ഈസി ആയിട്ട് അടുത്ത ജോബ് കിട്ടും. കാരണം നിങ്ങൾ PR സ്റ്റേറ്റസ് ആണെങ്കിൽ, പെർമനന്റ് വിസ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനന്റ്ലി നിൽക്കാനായിട്ട് സാധിക്കും. സോ ടെർമിനേഷൻ പോസിബിൾ അല്ല. GCC കൺട്രിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ജോബിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു കൺട്രി ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓസ്ട്രേലിയയിൽ അങ്ങനെയല്ല. സോ ജോബ് സെക്യൂരിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ തന്നെയാണ് ഏറ്റവും ബെറ്റർ. അടുത്തതായി വരുന്നതാണ് ഫ്രീ മെഡിക്കെയർ. ഓസ്ട്രേലിയയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്, അവിടെ പെർമനന്റ് റെസിഡൻസി ഉണ്ട്, അതല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ മെഡിക്കെയർ കിട്ടും. ഫ്രീ മെഡിക്കെയർ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ പബ്ലിക് ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ ലഭിക്കുന്നതാണ്. എന്നാൽ GCCയിൽ അങ്ങനെയല്ല. GCCയിൽ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസീവ് ആണ്, നിങ്ങളതിന് പേ ചെയ്യേണ്ടതുമുണ്ട്. ഓസ്ട്രേലിയയിൽ മെഡിക്കെയർ കൊടുക്കുന്നത് സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകൾക്കും PR ഹോൾഡേഴ്സിനൊക്കെ ആണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഫ്രീ മെഡിക്കെയർ അല്ലാതെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ഇൻഷുറൻസ് ഓൾറെഡി കിട്ടുന്നുണ്ട്, ബട്ട് അഡീഷണലി പ്രൈവറ്റ് ഇൻഷുറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ കാണിക്കാനായിട്ട് സാധിക്കും. പിന്നെ ട്രീറ്റ്മെൻറ്റിന് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞതുപോലത്തെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യുമ്പോൾ ഒരു സർജറി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീനിയോറിറ്റി വൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിസ്ക് ഫാക്ടർ എത്രയുണ്ട് അതനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ സർജറിയുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. ചിലപ്പോൾ കുറച്ച് അധികം വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടാവും. എന്നാൽ ട്രീറ്റ്മെൻറ്റ് വൈസ് ബാക്കിയുള്ള GCC കൺട്രി നോക്കുമ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ്. പക്ഷേ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഓസ്ട്രേലിയയാണ് ബെറ്റർ. കാരണം നിങ്ങൾ സിറ്റിസൺഷിപ്പോ PR ഹോൾഡേഴ്സോ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫ്രീ മെഡിക്കെയർ അവൈൽ ചെയ്യാവുന്നതാണ്. ഇനി വെക്കേഷൻ്റെ കാര്യം നോക്കാം.
ഓസ്ട്രേലിയയിൽ സെറ്റിലായ ഒരു ഫാമിലിക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കുന്നൊരു ട്രാവൽ ജേർണി തന്നെയാണ് വരിക. കാരണം ഒരു 9 to 12 hours ഒക്കെ നമ്മൾ ഫ്ലൈറ്റിൽ ഇരിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ GCCയിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ലീവ് വന്നു അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 3 to 4 hours നിങ്ങൾക്ക് നാട്ടിലെത്തും. ട്രാവല് നിങ്ങൾക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഓസ്ട്രേലിയയിൽ അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം എന്ന് വിചാരിക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് അത് അത്ര പോസിബിൾ ആവാറില്ല. GCC നേരെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി ഫ്രണ്ട് സർക്കിളിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഓസ്ട്രേലിയ ആണെങ്കിൽ എല്ലാവരും ബിസി സ്കെഡ്യൂളായിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഇല്ല എന്നല്ല, അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. ബട്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നവരായിരിക്കും. പക്ഷേ ഗൾഫ് കൺട്രീസിൽ അങ്ങനെയല്ല. കൂടുതൽ ഫ്രണ്ട്സ് സർക്കിൾ നമുക്ക് GCCയിലൊക്കെയാണ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയയിൽ ടൈമിൻ്റെ ഒരു ഇതും നമ്മുടെ ഫാമിലി ലൈക്ക് ഹസ്ബൻഡും വൈഫും ഒക്കെ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ടൈറ്റ് സ്കെഡ്യൂളായിട്ടായിരിക്കും പോകുന്നത്. GCC എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഓൾറെഡി മെയ്ഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അത്രയും കുറച്ചുകൂടി ടൈം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടാറുണ്ട്. ഓസ്ട്രേലിയയിൽ ആ ഒരു നമുക്ക് മെയ്ഡിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ടും നമ്മുടെ ജോബൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രണ്ട് സർക്കിൾ കുറച്ചുകൂടി കീപ്പ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ GCC ആണ്. പക്ഷേ പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും. ഇനി അടുത്തത് എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യം നോക്കാം. എൻ്റർടൈൻമെൻറ്റ് ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ബെറ്റർ GCC ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ ഇത് ഓരോ ആളുകളുടെ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ പോലെ തന്നെ ഇരിക്കും. കാരണം ചില ആളുകൾക്ക് കുറച്ച് ഒതുങ്ങി എന്താ പറയുക, അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്, കൃഷി അങ്ങനെയൊക്കെ നോക്കി നടക്കാനായിട്ട് ഇഷ്ടമുള്ള ആളുകളുണ്ട്. അപ്പോൾ അതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഓസ്ട്രേലിയ ആണ്. പക്ഷേ GCC ആണെങ്കിൽ നമുക്ക് കുറേ അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓസ്ട്രേലിയയിലും ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടി അത് ആക്റ്റീവായിട്ട് വരുന്നത് GCCയിൽ തന്നെയാണ്. നമ്മൾക്കിപ്പോൾ ഒരു മലയാളി അസോസിയേഷൻ്റെ ഒരു ഓണപരിപാടിയുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഓസ്ട്രേലിയയിൽ ഉള്ളതിനേക്കാളും കൂടുതൽ ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടും GCCയിലുള്ള ആളുകൾ തന്നെയാണ്. പിന്നെ ഇതും ഈ പറഞ്ഞതുപോലെ ഓരോ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഇഷ്ടമാണ് ആ ഒരു ഫെസ്റ്റിവലിന് പോകണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത് അവരാണ്. സോ ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്നത് കമ്പയർഡ് ടു GCC കുറച്ചുകൂടി കുറവായിരിക്കും. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. GCC വേഴ്സസ് ഓസ്ട്രേലിയ ഇതൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അല്ല. ഇതിൻ്റെ ഓരോ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ടാവും. പക്ഷെ ഞാനത് ജസ്റ്റ് ഒന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. GCCയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ഒരു 6-7 ലക്ഷം രൂപ സാലറി വാങ്ങിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സാലറി അല്ലാതെ നോക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് വീട് വാങ്ങിക്കണം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ പോകണം, സിറ്റിസൺഷിപ്പ് കിട്ടണം, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യുക. ആപ്രയാണ് ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. NCLEX-R മോസ്കീം ലാംഗ്വേജ് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അത് ഓരോ പ്രൊഫൈൽ അനുസരിച്ചിട്ട് ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് വേരി ചെയ്യുന്നതാണ്. ഡെസ്മ ഇന്റർനാഷണൽ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ്റെയും അത് കഴിഞ്ഞിട്ടുള്ള PR-ന്റെ കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യുന്ന കൺസൾട്ടൻസിയാണ്. നമ്മൾക്കൊരു 98% കാൻഡിഡേറ്റ്സും ഗൾഫ് കൺട്രീസിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സാലറി ഒത്തിരി അധികമുള്ള നേഴ്സ് ആണെങ്കിൽ പോലും അവർ ബാക്കിയുള്ള ബെനിഫിറ്റ്സ് ലൈക്ക് വീട് വാങ്ങിക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അങ്ങനെയെല്ലാം നോക്കിയിട്ട് വേറൊരു GCC കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. സോ അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെസ്മ ഇന്റർനാഷണൽ ഉള്ളത്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.